ഞാനത് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്കവരെ അറിഞ്ഞുകൂടാ. ഞാൻ അവരുമായിട്ട് ഇന്ന് വരെ നേരിട്ട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഏതാണ്ട് വളരെ അകലത്തുനിന്ന് കണ്ടത് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ കോട്ടയത്തെ അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹത്തിൻ്റെ പ്രതിശരീരം അവിടെ കൊണ്ടുവന്നപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നേതാക്കളുണ്ട്, തിങ്ങി നിറഞ്ഞിരിക്കും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ അവരെ കാണുന്നത്. ആദ്യമായിട്ടാണെന്ന് പറയാൻ കഴിയില്ല, ഞാൻ കാണുന്നത്. ഒരു വാക്ക് പോലും ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തതിന് മറുപടി അയക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ആ കേസ് യഥാർത്ഥത്തിൽ തെറ്റായ ചില വഴികളിലൂടെ സഞ്ചരിപ്പിക്കാൻ നോക്കി. ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ കേസിൻ്റെ മേലെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ഇപ്പോൾ അവർക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്, കോടതിയിൽ ഹാജരാകാൻ. അതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായമുള്ളവരല്ല. കാരണം ഞാനുമായിട്ടൊരു പരിചയം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എന്നോട് പറയുന്നു, ഞങ്ങളിങ്ങനെ എന്തൊരു അബദ്ധമാണ്, എന്ത് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഒരു മൂല്യമോ അന്തസ്സോ കാത്തു സൂക്ഷിക്കാത്തവരാണ് അവരെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം. ഈ BJP ഇത്തരത്തിൽ പലയിടങ്ങളിലും കോഴ കൊടുത്തു, പണമായും സാരിയായും ഒക്കെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് BJP ഒരുപക്ഷെ 0 മുതൽ 5 വരെ സീറ്റുകൾ കേരളത്തിൽ നേടിയേക്കാമെന്നും പറയുന്നത്. അവർക്ക് ഒരു സീറ്റ് തന്നെ കിട്ടുമോ സംശയത്തിലാണ്. നിയമം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നിങ്ങൾ പലരും പറയുന്നത്. നിയമം ലഭിക്കാൻ സാധ്യതയില്ല. അവിടെ എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലും വോട്ടിംഗ് പാറ്റേൺ എല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടെ പോലും അവർക്ക് ജയിക്കാൻ സാധ്യതയില്ല. അവരിങ്ങനെ അവകാശവാദം ഉന്നയിക്കുക, കേന്ദ്രഭരണമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വന്നുപോയി ഇങ്ങനെ ഒരു ആരവമുണ്ടാക്കി. പക്ഷേ കേരള സമൂഹത്തെ അതിനൊന്നും സ്വാധീനിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ BJPയെക്കുറിച്ച് നോക്കിയാൽ തന്നെ BJPയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥികളിൽ തന്നെ പലരും കോൺഗ്രസിൻ്റെ നേതാക്കളല്ലേ. ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ, അതുപോലെ തന്നെ K കരുണാകരൻ്റെ മകൾ, ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? PC ജോർജിൻ്റെ മകൻ BJPയിലല്ലേ ഉള്ളത്. അവരുടെ പല നേതാക്കളുടെയും മക്കളൊക്കെ ഇപ്പോൾ UDF വിട്ട് BJPയോടൊപ്പമാണ്. കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം അങ്ങോട്ട് ചേക്കേറുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഒരു പക്ഷേ അവർക്ക് ചെറിയ തോതിൽ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിൽ 5 സീറ്റൊന്നും ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അവർ ഏറ്റവും ആദ്യമായി ജയിക്കുമെന്ന് പറയുന്നത് നിയമമാണെങ്കിൽ നിയമത്ത് തന്നെ ജയിക്കാനുള്ള സാധ്യത ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ കാണുന്നില്ല. അത് ഈ കേരളമാണിത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. ഈ തെലങ്കാനയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് അവിടുത്തെ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. അദ്ദേഹം ആ അന്തസ്സ് കാത്തു സൂക്ഷിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 10 വർഷക്കാലമായി ഇവിടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു. തെലങ്കാനയിൽ വന്നിട്ട് അത്രയൊന്നും കാലം ആയിട്ടില്ലല്ലോ, പല പാർട്ടിയും മാറി വന്ന ആളല്ലോ. ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ 10 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇവിടുത്തെ CPMൻ്റെ ഉന്നതനായ നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഏറ്റവും സീനിയറായിട്ടുള്ളൊരു പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പരിഹസിക്കുക ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണ്. എത്ര പരിഹാസമായിരുന്നു അത്. ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചോ? അത് ഇവിടുത്തെ UDFൻ്റെ മുഖമാണെന്നല്ലേ ഞങ്ങൾ കാണേണ്ടത്. അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ തിരിച്ചടി വരും. ആ തിരിച്ചടി ശക്തമായ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് മറുപടി പിന്നീട് വരുന്നുണ്ടെന്നാണ്. ഒരു തെലങ്കാനയിലൊരു മുഖ്യമന്ത്രി വന്നിട്ട് ഈ തരത്തിലാണോ സംസാരിക്കേണ്ടത്? എത്ര പരിഹാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് അന്തസ്സും അതുപോലെ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം കാണിക്കേണ്ട ഒരു മുഖ്യമന്ത്രി തല നിലവാരം വിട്ട് എവിടെയോ എത്തി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ശക്തമായി പ്രതികരിക്കും. അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം പ്രതികരിക്കും. പക്ഷെ അത് തെറ്റായൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് കോൺഗ്രസ് പാർട്ടി UDF പറയേണ്ടത്, അതാണ് തിരുത്തേണ്ടത്. ആ നിലപാട് അവർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇത്തരത്തിൽ പലതും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത്തരം
നിലപാടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പക്വതയുള്ള നേതാക്കൾ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്നത്തെ നവമാധ്യമ രംഗത്തൊക്കെ പലതും കേൾക്കേണ്ടി വരും.